നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇത് അടുത്ത ദിവസം രാവിലെ. ഇന്നലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയത് വൈകിയാണ്. 2 കെട്ടിടങ്ങളിലായാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് എന്നുള്ളതിനാൽ ചില ആളുകൾക്ക് ഇന്നലെ രാത്രിയിലെ കലാപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പരിഭവം ചില ആളുകളുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഗംഭീര ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇന്നത്തെ യാത്ര തുടരുകയാണ്. ഈ കാട്ടിനുള്ളിലും ഇത്രയും രുചികരമായ ഭക്ഷണം പാകം ചെയ്തു തന്ന ജീവനക്കാർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞാണ് ഞങ്ങൾ അവിടം വിട്ടത്. ഇത് KCBയുടെ ഒരു ഡാമാണ്, പമ്പ ഡാം. ഇതും ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഭാഗമായ ഡാമാണ്. ഈ ഡാമിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഈ കാണുന്ന ഡൗൺ സ്ട്രീം കണ്ടോ, ഇതൊരു സമ്പാണ്, അതായത് വെള്ളം കളക്ട് ചെയ്ത് നിർത്തുന്ന സ്ഥലം. ഈ ഡാമിന്റെ ഏകദേശം 2 കിലോമീറ്റർ താഴെയായി ഒരു വിയറുണ്ട്, വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുള്ള തടയണ. ഇപ്പോൾ ഈ സമ്പിൽ വെള്ളമില്ല. മഴക്കാലത്ത് ചെറിയ തോടുകളിലൂടെയും മറ്റും ഒഴുകി വരുന്ന വെള്ളം ഈ സമ്പിൽ കെട്ടി നിർത്തും. ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഈ ഡാമിന്റെ അപ്സ്ട്രീമിൽ വെള്ളം എത്തിക്കും. ആ വെള്ളം പിന്നീട് പവർ ജനറേഷനായി ഉപയോഗിക്കും. മുമ്പ് ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഭാഗമായി ഇതേ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ഡാമിന്റെ ഗാലറി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ സഹയാത്രികർ ഇത് കാണുമ്പോൾ ആ കഥ ഓർക്കുന്നുണ്ടാകും. പക്ഷെ ഇന്ന് അവധി ദിനമായതിനാൽ ഈ ഗാലറി കാണാൻ നിർവാഹമില്ല. പ്രവൃത്തി ദിനമായിരുന്നെങ്കിൽ റാവുത്തർ സാറിന്റെ കെയർ ഓഫിൽ അത് തരപ്പെട്ടേനെ. പിന്നെ ഈ യാത്രയിലുള്ളവർക്ക് അത് കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കുറച്ച് കഷ്ടപ്പെടാം എന്നല്ലാതെ. പിന്നെ ഇവർക്ക് പുറം കാഴ്ചകളും ഫോട്ടോ എടുക്കലും ഒക്കെ തന്നെ ധാരാളം. ഇത് ഇവിടെ ഒരു സ്മാരകമുണ്ട്. ഈ ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്മാരകമാണിത്. 1961 മാർച്ച് 18 അന്നത്തെ കേരള ഗവർണറായിരുന്ന VV ഗിരിയാണ് ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് എന്ന ഒരു ഫലകം ഇവിടെ കാണുന്നുണ്ട്. ശ്രീ VV ഗിരി പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഡാമൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടം ഒരു ജനവാസ മേഖല കൂടെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ താമസിക്കുന്നവർ ശ്രീലങ്കൻ അഭയാർത്ഥികളാണ്, അതായത് യഥാർത്ഥ അഭയാർത്ഥികളുടെ പിൻതലമുറക്കാർ. ഡാമിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഈ അഭയാർത്ഥികളുടെ സേവനം ധാരാളമായി ഉപയോഗപ്പെടുത്തിയിരുന്നു.
ഈ മരം കണ്ടോ? ഇതൊരു ഓക്ക് മരമാണ്. ഈ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിളിൽ പറയുന്ന നോഹയുടെ പേടകമുണ്ടാക്കിയത് ഈ വർഗത്തിൽപ്പെട്ട ഓക്കുമരം കൊണ്ടാണ് എന്നാണ് വിശ്വാസം. ഇന്ന് ലോകത്ത് അപൂർവമായി മാത്രമേ ഈ മരം കാണാറുള്ളൂ. അതിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന എല്ലാ സഞ്ചാരികളും ഇവിടെ ഇറങ്ങി ഇത് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതാ ഇവിടെ ഒരു മയിൽ ഇപ്പോൾ കേരളത്തിൽ നാട്ടിൻപുറങ്ങളിൽ, എന്തിന് നഗരങ്ങളിൽ വരെ കാണാൻ കഴിയുന്ന ഒരു പക്ഷിയായി മാറിയിട്ടുണ്ട്. കാട്ടിലെ വാസം ദുഷ്കരമായത് കൊണ്ടാകാം നാട്ടിലേക്ക് ഇറങ്ങിയത്. എന്തിന് മയിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ വിഹരിക്കാൻ ഇറങ്ങുന്നത് ജനവാസ മേഖലകളിലാണല്ലോ. കാട്ടിൽ നമ്മൾ മൃഗങ്ങളെ കാണാൻ കയറുമ്പോൾ അവ നാട്ടിൽ നമ്മളെ ഇറങ്ങാറുണ്ട്. പിന്നെ അവ പോകുന്ന വഴി ആരെങ്കിലും കിട്ടിയാൽ അവരെ തട്ടിയിട്ട് പോകും, അത്ര തന്നെ. ഇവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഇവിടം ജനവാസ മേഖലയാണെന്ന് തോന്നുന്നു. അതെ, ജനവാസ മേഖല തന്നെ. ഇവിടെ കുറച്ച് കടകളും പിന്നെ ഒരു പോസ്റ്റ് ഓഫീസും കാണുന്നുണ്ട്. ഗവി പോസ്റ്റ് ഓഫീസാണത്. ഈ സ്ഥലം സീതത്തോട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. പഞ്ചായത്ത് വക ഒരു വേസ്റ്റ് കളക്ഷൻ സെന്ററും ഇവിടെയുണ്ട്. ഈ വലതുവശത്ത് കാണുന്നത് ഒരു ഏല സംഭരണ കേന്ദ്രമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു സംഭരണ കേന്ദ്രം. ഈ ചെടി ഇവിടെ ധാരാളമായി കാണുന്നുണ്ട്. ഇതിന്റെ പേരെനിക്കറിയില്ല. ഇതിനെ ഞാൻ കോളാമ്പിപ്പൂ എന്ന് വിളിക്കും. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരുതരം ലൗഡ് സ്പീക്കർ ഉണ്ട്. അതും ഇതുപോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പേര് കോളാമ്പി എന്നാണ്. അതുകൊണ്ട് ഇതും കോളാമ്പി തന്നെ. 2 നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്, പിങ്കും വെള്ളയും. ചെടികൾ കണ്ടാൽ കാട്ടുചെടിയാണെന്ന് തോന്നുന്നു എങ്കിലും പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഗവി ഡാം. ഈ ഡാമും ഈ സ്ഥലവും പ്രശസ്തമായത് ഓർഡിനറി എന്ന സിനിമയ്ക്ക് ശേഷമാണ്. ആ സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തത് ഈ ഡാമിലും പരിസര പ്രദേശങ്ങളിലുമാണ്. ഈ ഡാമിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ചാടി ആസിഫ് അലിയുടെ കഥാപാത്രം അവസാനം ആത്മഹത്യ ചെയ്തത്. ഡാമുകൾ പലത് കണ്ടതിനാൽ ഗവി ഡാം കാണാൻ ഇറങ്ങിയില്ല. ഗവി ഡാം ഈ യാത്രയിലെ നമ്മുടെ 6ാമത്തെ ഡാമാണ്. ഗായകർ തകർക്കുകയാണ്. കൂടെ റാവുത്തർ സാറിന്റെ വിവരണവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ പാടാം. അല്ല, അവിടെ ഒന്നുകൂടെ ഒന്ന് കാണുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഇത് നിങ്ങൾ കാണുന്നത്. അവിടെ 2-3 പേര് നിൽക്കുന്നുണ്ടോ? ട്രക്കിങ്ങിന് പോയവരാണ്. അതിന്റെ മണ്ടേ ഞങ്ങൾ കയറിയിട്ടുണ്ട്. മറ്റേ വിളക്ക് കത്തിക്കുമ്പോ പച്ചമേടൊന്നല്ല, ഗവി മേട്, ഗവി മൊട്ടക്കൊന്ന്. അതിന്റെ മേട് അത് നടന്നു കയറാൻ എളുപ്പമാണ്. അത്
ഗവിയിൽ വരും. ഇല്ല, നമ്മളിനി അങ്ങ് മറ്റേടത്ത് പോകുമ്പോൾ ഇവിടെ എല്ലാം കാണാം. ഇന്നലെ നമ്മളിവിടെ നോക്കിയത്, ഇന്നലെ നമ്മൾ വന്ന സ്ഥലം. അവസാനം നമ്മളിതാ വന്യമൃഗങ്ങളെ കണ്ടു. പക്ഷെ കാണുന്നത് കുരങ്ങന്മാരെയാണ് എന്നേ ഉള്ളൂ. ഒന്നല്ല, ധാരാളമുണ്ട് ഇവിടെ. ആനയെയും പുലിയെയും ഒക്കെ കാണാമെന്ന പ്രതീക്ഷയിൽ വന്ന നമ്മൾക്ക് കാണാൻ കിട്ടിയത് മയിലിനെയും കുരങ്ങിനെയും ആണെന്ന് മാത്രം. എങ്കിലും ആ കുരങ്ങുകൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളാണ് എന്നുള്ളതാണ് ഒരാശ്വാസം. ഇത് സിംഹവാലൻ കുരങ്ങുകളല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടം ഒരു മാവിൻ തോട്ടമാണ്. മാങ്ങ തിന്നാനാണ് ഈ കുരങ്ങുകൾ കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വഴി പോയാൽ ശബരിമല എത്താം. ഇതുവഴി പോയാലും പുല്ലുമേട്ടിലെത്തും. അവിടെ നിന്ന് ശബരിമലയിലേക്ക്. അപ്പോഴാണ് എന്നെ ആന പിടിച്ചത്. അവിടെ വെച്ച ആന എനിക്ക് അടുത്തുന്ന ആന ഇങ്ങനെ വന്നിറങ്ങി മേളിയെന്ന്. ഇവിടുന്ന് വന്നിറങ്ങി. അപ്പൊ ഞങ്ങളുടെ മുമ്പിലും പുറയിലും ആനയായി ഇവിടെ ഈ വളവിന്. എന്നിട്ട് ഇവിടെ ഇപ്പൊ പുറയിൽ ആനയും മുമ്പിൽ ആനയാ. ഇവിടുന്ന് ഞങ്ങളിങ്ങനെ പോയി ആ ഒരു വളമുണ്ട്. കാടിറങ്ങി ഇനി ജനവാസ മേഖലകളിലൂടെയാണ് യാത്ര. എങ്കിലും ആനയും മറ്റും ഇടയ്ക്കിറങ്ങാറുള്ള സ്ഥലമാണ് ഇവിടം. ഇവിടം ഒരു പ്ലാന്റേഷൻ മേഖലയാണ്. തേയിലയും ഏലവും ഒക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണുന്നുണ്ട്. ഇവിടെ ഉള്ള തോട്ടങ്ങളിൽ ചെറിയ ചെറിയ തോട്ടങ്ങളും ഉണ്ട്. അതുപോലെ വമ്പൻ തോട്ടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയത് പരുന്തൻപാറ എന്ന സ്ഥലത്താണ്. ഇവിടം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് പീരുമേട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരിടമാണെങ്കിലും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികാസം ഇവിടെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പെട്ടിക്കടകളും മറ്റും മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ ടൈൽസ് പാകിയും ഹാൻഡ് റെയിൽസ് വച്ചും പ്രൊട്ടക്ട് ചെയ്തതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല.
ഇത്രയും ഭംഗിയുള്ള ഒരിടം ഇങ്ങനെ അശ്രദ്ധമായി ഇട്ടിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികളെ നമിക്കണം. എല്ലാത്തിലും കേരളം ഒന്നാമതാണ്, ടൂറിസത്തിലും ഒന്നാമതാണ്. പക്ഷെ ഇതൊക്കെയാണ് ആ ഒന്നാം സ്ഥാന പട്ടത്തിന് ആധാരമായത് എന്ന് കാണുമ്പോൾ എന്തു പറയാനാണ്? മറ്റേതെങ്കിലും നാട്ടിലാണ് ഇങ്ങനെ ഒരു പ്രകൃതിദത്തമായ സ്ഥലം ഉണ്ടായിരുന്നതെങ്കിൽ അവർ അതെങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് നമ്മുടെ ഭരണാധികാരികൾ അവിടങ്ങളിൽ പോയി കണ്ടുപിടിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നതല്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന നവീകരണം പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നമ്മൾ പറയും നമ്മളാണ് ഫസ്റ്റ് റാങ്ക് എന്ന്. പക്ഷെ ഈ ഫസ്റ്റ് നമ്മൾ തന്നെ നമുക്ക് നൽകുന്ന ഒരു പട്ടമാണ്. കുഞ്ഞിക്കുൻ സിനിമയിലെ കൂനൻ ദിലീപ് വൈകല്യം മറന്ന് സ്വയം വിളിക്കുന്ന പേരുപോലെ. പക്ഷെ ആ സിനിമയിൽ ആര് വിളിക്കുന്ന പേരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ വിളിക്കുന്ന പേരാണെന്ന സത്യം ആ കഥാപാത്രം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ അത് സമ്മതിക്കില്ല. മറ്റേതെങ്കിലും ഏജൻസി നൽകിയ പട്ടമാണെന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കും. നമ്മളത് വിശ്വസിക്കും. ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് തന്നെ ഈ അടുത്ത കാലത്താണ് യൂറോപ്പ് ടൂർ നടത്തിയത്. അവിടങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗംഭീരമായി അവതരിപ്പിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് പോയി കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ യൂറോപ്യൻ സീരീസ് കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ഇതിനോടകം 10-12 രാജ്യങ്ങൾ കണ്ടതുകൊണ്ടാകാം എനിക്കിത് കാണുമ്പോൾ സങ്കടം തോന്നുന്നത്. അതുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. എന്തായാലും കൂടുതൽ പറഞ്ഞ് ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്നില്ല.
കണ്ടോ അവിടെ ഒരു സത്രം, ആ സത്രത്തിന്റെ അങ്ങേ ഭാഗത്താണ് ശബരിമല. വിളക്ക് കത്തിക്കുന്നതാണ്ട് ഈ ഭാഗത്താണ് സത്രം. എന്താണ്ട് അത് അവിടെ ഒരു വൈറ്റ് കണ്ടില്ലേ, അവിടെ ഒരാൾ കൂടിയിട്ടുണ്ട്. സത്രം അതുകൊണ്ടത് വണ്ടിപ്പെരിയാരം നമ്മൾ വന്നില്ലേ, ആ വഴി കറങ്ങി അവിടെ ചെല്ലും. അവിടെ വരെ സത്രം വരെ ബസ്സും എല്ലാം പോകും. അവിടെ നടന്ന് പുൽമേടിലേക്ക് പോകും, താഴോട്ട് നടന്നിട്ട് അവിടുന്ന് പുൽമേടും കഴിഞ്ഞിട്ടാണ് ശബരിമലയ്ക്ക് ഇറങ്ങുന്നത്. ഈ പീക്ക് വരെ വണ്ടി വാഹനം വരുമല്ലേ? ഇത് വെച്ചതിന് ശേഷം ടെന്റ് വെച്ചതിന് ശേഷം ഇറങ്ങിപ്പോയി. സാറേ ഈ പീക്ക് വരെ ബസ് പോകുമല്ലേ? ആ പീക്ക് വരെ ബസ് പോകും. അത് എങ്ങനെ വേറെ വഴിയുണ്ട്? നമ്മൾ ഇങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ, കറങ്ങി അങ്ങേ ആ മലയുടെ അങ്ങേ സൈഡിൽ കൂടെ കറങ്ങി അങ്ങ്. അവിടെ വരെ ഉള്ളൂ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ. ഇത് മറ്റുള്ള പിന്നെ അവിടുന്ന് ഇറങ്ങി പോക്കാം. അവിടുന്ന് പിന്നെ മറ്റേത് ഒന്ന് നമ്മുടെ ഇതാണ് ഉപ്പുപാറയെന്ന് ഒരു വഴിയുണ്ട്, നേരിട്ട് ഈ സത്രത്തിൽ നിന്ന് പോകുന്ന ജംഗ്ഷനിൽ ചെല്ല, അതായത് പുൽമേട്ടിൽ ചെല്ല. അത് പുൽമേടും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകും. അവിടെയുള്ള പോലീസുകാരുടെ ഒരു ഇതുണ്ട്, ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള യാത്രയുടെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആഴ്ചയിൽ 2 എണ്ണം ഉണ്ട്, ബുധനും ശനിയും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും ഗുഡ് ബൈ.